ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓക്കെ, നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് ലെസണിന്റെ ഒരു 10 ലൈൻ അല്ലേ, അതല്ലേ പഠിച്ചത്? എന്തായിരുന്നു നമ്മളുടെ ലെസണിന്റെ പേര്? ഫസ്റ്റ് ലെസണിന്റെ പേര് എന്തായിരുന്നു? പ്രഭാതഗീതം അല്ലേ? പ്രഭാതഗീതം എന്നായിരുന്നു നമ്മുടെ പാഠത്തിന്റെ പേര്. ആരുടേതായിരുന്നു അത്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു പാട്ട് പഠിക്കുന്ന സമയത്ത് അത് ആരുടെ കവിതയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രഭാതഗീതം എന്ന കവിതയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ, പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടി മിസ് അത് സ്റ്റാർട്ട് ചെയ്യാം. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ചർമ്മദാ നിന്തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും. മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയും അന്തവും ഇല്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി. മങ്ങാതെ അങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തൈ തെന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാം വിശ്വാസമെങ്ങൊന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രഭാതഗീതം എന്ന പദ്യം അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ കുറച്ച് ലൈൻ്റെ മീനിങ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? എന്നാലും ഒന്നുകൂടി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിടുന്ന തമ്പുരാനെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച കാത്ത് പരിപാലിക്കുന്ന അല്ലയോ ദൈവമേ, തമ്പുരാനെ. മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ഓക്കെ, എന്താ പറഞ്ഞേ? മഹാവേദമാകുന്ന വീടിന്റെ മാണിക്യ ദീപമായി നിന്ന് എൻ്റെ മനസ്സിലെ ഇരുട്ട് മാറ്റിയിടണം. പിന്നെയോ സത്യവും ധർമ്മവും കാരുണ്യവും, അതായത് സത്യവും ധർമ്മവും, അതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥം പറയാനില്ല അല്ലെ. മാനസ് എന്ന് പറഞ്ഞ മനസ്സ്. ഓക്കെ, ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദാ നിന്തിരു വിഗ്രഹങ്ങൾ, അതായത് സത്യവും ധർമ്മവും കാരുണ്യവുമാകുന്ന നിന്റെ മഹനീയ വിഗ്രഹങ്ങൾ നിർമ്മലമാക്കി പരിശുദ്ധമാക്കി എന്നും എൻ്റെ ഓർമ്മയിൽ നിലനിർത്തിയിടണം എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താ പറയുന്നത്? തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും. തെറ്റായ അതായത് തെറ്റായ കാര്യങ്ങൾ തന്നെ മോശം കാര്യങ്ങൾ അല്ലേ, അത് കാര്യങ്ങൾ തെറ്റായ ക്രമം പോലെ, അതായത് മുറ എന്ന് പറഞ്ഞ ക്രമം. അപ്പം തെറ്റായ കാര്യം ചെയ്യാതെ മുറ പോലെ ക്രമം പോലെ നടത്തി തിന്മയിൽ നിന്നും മാറ്റി നിർത്തി എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണേ, അല്ലെങ്കിൽ അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും മറ്റാരെ കൂടവേ സ്നേഹിച്ച് എല്ലാരെയും, അതായത് ആരെയും മാറ്റി നിർത്താതെ എല്ലാരെയും സ്നേഹിക്കുവാനും അതുപോലെ മുന്നോട്ട് പോവാൻ എന്നെ പ്രാപ്തനാക്കണേ, അനുഗ്രഹിക്കണമേ, പോറ്റി നീ നൽവരം നൽകിടേണം. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ ജസ്റ്റിസേ? ഓക്കെ, ക്ലിയർ ആണല്ലോ അതുവരെ എല്ലാവർക്കും?
ഹെവൻ, ആതിര, അഫ്രാസ് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഹെവന് ക്ലിയർ ആണ്. ജോയലിന് ക്ലിയർ ആയില്ലേ മോനെ? ഓക്കെ. നിജാദ്, ഹരിനന്ദ്, ഹരീഷ്, ഓക്കെ. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഇപ്പൊ എടുത്തത് ക്ലിയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റാൻസ് തുടങ്ങാം അല്ലേ? ഓക്കെ. നിജാദ്, ഓക്കെ. അപ്പൊ ഇനി ഏതാ? ആദിയും അന്തവും ഇല്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി മങ്ങാതെ അങ്ങുമേ ശോഭിക്കും ദൈവമേ മംഗളം മംഗളം മംഗളാത്മൻ. അല്ലേ? അതാ അടുത്ത ലൈൻ. എന്താ പറയുന്നത്? ആദിയും അന്തവും. ആദി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കം. ആദിയും അവസാനം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം തുടക്കവും പിന്നെയോ ഒടുക്കവും. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം അല്ലേ? ആദി എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് അന്തം. ഓക്കെ. ഒടുക്കം, തുടക്കം. അപ്പൊ തുടക്കവും ഒടുക്കവും ഇല്ലാതെ എല്ലാത്തിലും ആകാശം പോലെ എന്നെ ചേർത്ത് നിർത്തി കാത്തുരക്ഷിക്കുന്ന അല്ലയോ ദൈവമേ നിനക്ക് ഞാൻ മംഗളം നേരുന്നു എന്നാണ് ആ ലൈനിൽ പറയുന്നത് അല്ലേ? അപ്പൊ ആദ്യം അന്തവും എല്ലാം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദൈവമേ, ആകാശം പോലെ എല്ലാരെയും, ആകാശത്തിനെയും ഭൂമിയെയും എല്ലാം കാത്തുരക്ഷിക്കുന്നുണ്ടല്ലേ ദൈവം? നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുന്നില്ലേ? ദൈവത്തിന്റെ കാരുണ്യത്താലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലേ? ദൈവം ഇന്ന് നമ്മൾ നടക്കുമ്പോൾ ഒന്ന് വീഴാൻ വിചാരിച്ചാൽ നമ്മൾ വീഴും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ഓക്കെ. അപ്പൊ ദൈവമാണ് എല്ലാവരും വിശ്വസിക്കുന്ന അവനവന്റെ ദൈവമാണ് നമ്മളെ എല്ലാരെയും കൊണ്ട് നടക്കുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ ഒന്ന് ഇടറിയാല്, കാലിടറിയാൽ നമ്മൾ വീഴു പോകും അല്ലേ? അതാണ് ഇന്നത്തെ ലോകം അല്ലേ? അപ്പൊ ഇപ്പം കൊറോണ എന്ന ഭീതിയിൽ കുറെ മനുഷ്യർ കാലിടറി വീഴുകയാണ്. അപ്പൊ ദൈവം എല്ലാം അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ആദിയും അന്തവും ഇല്ലാത്ത എല്ലാത്തിലും ആകാശം പോലെ എന്നെ ചേർത്ത് നിർത്തി. അതായത് ഒരു സംരക്ഷണമാണ് ചേർത്ത് നിർത്തുമ്പോ അല്ലെ? നമ്മളിപ്പോ നമ്മളെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോ അവർക്കൊരു സംരക്ഷണം ഉണ്ടാവുന്നത്. അപ്പൊ ചേർത്ത് നിർത്തി പിന്നെന്ത് ചെയ്യുന്നു? കാത്തുരക്ഷിക്കുന്ന അല്ലയോ ദൈവമേ നിനക്ക് ഞാൻ മംഗളം നേരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മംഗളം നേരുന്നു എന്ന് ആ ലൈനിൽ പറയുന്നു. പിന്നെന്താ പറഞ്ഞത്? പിന്നെ അടുത്ത എന്താ? ജ്ഞാനികൾ ഉണ്ടെന്ന് ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധു. അല്ലയോ ദീനദയാലു ജ്ഞാനത്തിന്റെ കുടിയിരിപ്പാൽ നിന്റെ രൂപത്തിലെ ഞാൻ എന്ത് ചെയ്യുന്നു? കൂപ്പിടുന്നു. ദീനബന്ധു എന്ന് പറഞ്ഞാലും ഈശ്വരനെയാണ് അർത്ഥാക്കുന്നത്. ദീനദയാലു എന്നുള്ള അർത്ഥത്തില്. ഓക്കെ. പിന്നെന്താ? പാവങ്ങളായ അടുത്ത് വരുന്ന പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയില് എന്ത് ചെയ്യണം? പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. നിന്റെ ദയാൽ എന്ത് ചെയ്യണം? പാൽപ്പുഴ ഒഴുകട്ടെ. പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ മരുഭൂമിയിൽ എന്ത് വേണം? നിന്റെ കനിവിനാൽ, നിന്റെ ദയാല് പാൽപ്പുഴ ഒഴുകുകയും അല്ലെ? പാൽപ്പുഴ പറഞ്ഞ എന്താ? ഓക്കെ. എന്താണ് ആതിരക്ക് ഡൗട്ട്? പ്ലീസ് അൺമ്യൂട്ട് ആതിര. വീഡിയോ ഒന്ന് ഓഫ് ആക്കിക്കോട്ടെ? ഏതടാ? വീഡിയോ ഓഫ് ആക്കിക്കോട്ടെ? ഓഫ് ആക്കിക്കോ മോളെ. ഓഫാക്കി വേഗം വരണം കേട്ടോ. അപ്പോ പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. നിന്റെ കനിവിനാൽ എന്ത് വരണം എന്നാ പറയുന്നത്? പാവങ്ങൾ പാർക്കുന്ന, അതായത് പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ മരുഭൂമിയിൽ നിന്റെ കനിവിനാൽ പാൽപ്പുഴ ഒഴുകുകയും സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ്. അടുത്ത ലൈൻ എന്നാ പറയുന്നത്? അതുവഴി സ്വാതന്ത്ര്യത്തിന്റെ തൈത്തന്നൽ തൈ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? ഈ ഒരു മരം ആവുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ് എന്ന് തൈ. അപ്പൊ ഇളം തെന്നല്, അതായത് മന്ദമാരുതൻ, ഇളങ്കാറ്റ്, സുഖമുള്ള ഒരു കാറ്റാണ് അല്ലേ അത്? അപ്പോ തൈത്തന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പാൽപ്പുഴ ഒഴുകുകയും സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ് വീശുകയും ചെയ്യട്ടെ. പിന്നെന്താ പറഞ്ഞത്? അന്ധവിശ്വാസങ്ങൾ നീക്കി എങ്ങും സൗന്ദര്യവും ശാന്തിയും പരക്കട്ടെ.
അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? അന്ധമാം വിശ്വാസം എങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെല്ലാവരും അതിൽ ശ്രദ്ധിക്കണം, വായിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോ അന്ധമാം വിശ്വാസം എങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യത്തിന്റെ, നമ്മുടെ പാവങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ് വീശി വീശുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആദ്യത്തെ ലൈനിൽ. പിന്നെന്താ പറയുന്നത്? അന്ധവിശ്വാസങ്ങൾ നീക്കി എങ്ങും സൗന്ദര്യവും ശാന്തിയും പരക്കട്ടെ എന്നാണ് ലാസ്റ്റ് ലൈനിൽ കവി വ്യക്തമാക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പ്രഭാതഗീതം എന്ന കവിത ഇഷ്ടായോ എല്ലാവർക്കും? നമുക്കൊരു നല്ലൊരു ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ. ഓരോ കവിതയും ഓരോ കഥയും പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഉപദേശങ്ങൾ തരുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട ഓരോ പാഠങ്ങൾ അല്ലെ, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ. അപ്പൊ ഗുണപാഠങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിലെന്താ പറയുന്നത്? ഈ ദൈവത്തിനോട് ഈ കണ്ട ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച അല്ലയോ ദൈവമേ, നിങ്ങള് എന്ത് ചെയ്യണം? ദൈവമേ, നീ മഹാദേവമാകുന്ന വേദമാകുന്ന മഹാവേദം എന്നാണേ, മാമറ വേദം എന്ന് പറഞ്ഞാല് ആ വേദമാകുന്ന വീടിന്റെ മാണിക്യദീപമായി നിന്ന് എന്റെ മനസ്സിലെ ഇരുട്ട് മാറ്റിയിടുകയും സത്യവും ധർമ്മവും കാരുണ്യവുമാകുന്ന നിന്റെ മഹനീയ വിഗ്രഹങ്ങൾ നിർമ്മലമാക്കി എന്നെ പരിശുദ്ധമാക്കി എന്നും എന്റെ ഓർമ്മയിൽ നിലനിർത്തിയിടണം. പിന്നെയോ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മുറ പോലെ നടത്തി തിന്മയിൽ നിന്നും മാറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എനക്ക് എന്ത് ചെയ്യണം? പ്രാപ്തി ഉണ്ടാക്കി തരണേ, എന്നെ അനുഗ്രഹിക്കണമേ. പിന്നെയോ, തുടക്കവും അന്തവും, ആദിയും അന്തവും ഇല്ലാതെ എല്ലാത്തിലും ആകാശം പോലെ എന്നെ ചേർത്ത് നിർത്തി, അതായത് കാത്തുരക്ഷിക്കുന്ന, അതായത് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട്, അതായത് ഒരു സംരക്ഷണ ആണ്, കാത്തുരക്ഷിക്കുന്ന അല്ലയോ ദൈവമേ, നിനക്ക് ഞാൻ മംഗളം നേരുന്നു. അല്ലയോ ദീനദയാലു, ജ്ഞാനത്തിന്റെ കുടിയിരുപ്പായി നിന്റെ തിരുരൂപം ഞാൻ കൂപ്പിടുന്നു. പിന്നെന്താ പറഞ്ഞ അടുത്ത ലൈനിലെ? പാവങ്ങളായി ഞങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ നിന്റെ കനിവിനാൽ പാൽപ്പുഴ ഒഴുകുകയും സ്വാതന്ത്ര്യത്തിന്റെ ഇളങ്കാറ്റ് വീശുകയും ചെയ്യട്ടെ. പിന്നെയോ, അന്ധവിശ്വാസങ്ങൾ നീക്കി എങ്ങും സൗന്ദര്യവും ശാന്തിയും പരക്കട്ടെ. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ആദിയും അന്തവും ഇല്ലാതെ ഏതിലും ആകാശം പോലെ ചേർന്നിണങ്ങി മങ്ങാതെയെങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻ കഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യ തൈത്തന്നൽ ഇളങ്കാറ്റാണ്, വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാം വിശ്വാസമെങ്ങുന്നും നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. അപ്പോ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് അല്ലെ. അപ്പൊ പ്രഭാതഗീതം എന്ന കവിത നമുക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ അത് വായിക്കാൻ അറിയോ? ഓക്കെ, ജസ്റ്റസ് പ്ലീസ് അൺമ്യൂട്ട്. ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് വാങ്ങിയില്ലേ മോനെ? അത് പപ്പ പറഞ്ഞു ആ, ഇന്നലെ വാങ്ങണ്ട, നാളെ വാങ്ങിയാന്ന് പറഞ്ഞു. അതെ അല്ലേ, അത് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് അന്ന് തിരക്ക് വരുന്നു വിചാരിച്ച ആദ്യം അങ്ങനെ ഓരോ ദിവസങ്ങളാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് വരാം, തിരക്കില്ലാത്ത ദിവസം. വലിയ തിരക്ക് ഉണ്ടായിട്ടില്ല ഇന്നലെയൊന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത് വന്ന് വാങ്ങാന്ന്. അപ്പൊ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് വായിപ്പിക്കായിരുന്നു. അപ്പോ ഇപ്പൊ ആരാണ് ഫസ്റ്റ് ഒന്ന് വായിക്കുന്നത്? ആരാ വായിക്കുന്നതൊന്ന് ഈ ടെക്സ്റ്റ്? ആരാണ് ഇന്ന് വായിക്കുന്നത്? ഈ പാട്ട് പാടുന്ന ഇന്ന് ആരാണ്? ഓക്കെ, ഹരിനന്ദ് ഹരീഷ് പാടും. ഓക്കെ.
തുടങ്ങിക്കോ, വരുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ടെക്സ്റ്റ് ഇല്ലേ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഓക്കെ ഓക്കെ, ഓപ്ഷൻ തരാം. ഓക്കെ. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച കാറ്റരുളിയിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്ക ദീപമേ, മാനസരുളിൽ മയക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യമല്ലയോ ശർമ്മത നിന്തിരു വിഗ്രഹങ്ങൾ, നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും, തിന്മയിൽ മാറ്റാതെ മാനസം നിൽക്കുവാനും, മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും, പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയുമന്തവുമില്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മൻ. ഉണ്ടെന്നു ചൊല്ലുന്ന നിൻകഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധോ. പാവങ്ങൾ പാർക്കുന്ന പാൽമരുഭൂമിയിൽ പാൽപ്പുഴയോടത്തെ നിൻ കനിവാൽ ആ വഴി സ്വാതന്ത്ര്യ തൈത്തന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസാൽ. അന്ധമാ വിശ്വാസമെങ്ങുന്നു നീട്ടട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹെവൻ പുസ്തകമുണ്ട്, ഹെവന്. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. ഹെവൻ മിസ്സാക്കി തരാം. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ഹെവൻ. തുടങ്ങിക്കോ. വായിക്കട്ടെ മിസ്സേ? യെസ്. കേൾക്കുന്നില്ലല്ലോ. മ്യൂട്ടാണ്, അൺമ്യൂട്ടാണ്. ഓക്കെ. കാണായ ലോകങ്ങളൊക്കെയും ആദ്യം മുതൽ വായിക്കട്ടെ? ആദ്യം മുതൽ തന്നെ. ഫലത്തിൽ ക്ലിയർ കുറവല്ലോ. കാണായ ലോകങ്ങളൊക്കെയും മലയാള പാഠവലി പ്രഭാതഗീതം എന്ന കവിതയല്ലേ മോൻ പാടുന്നത്? ഇതാ മിസ്സേ? അതല്ല വായിക്കാൻ പറയാം. ആദ്യത്തെ ഫസ്റ്റ് പാഠം അല്ലേ മിസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, പ്രഭാതഗീതം എന്ന് പാട്ട് പേര്. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തരുളിയിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ,
മാനസക്കൂരിരുൾ മായ്ക്കുക നീ. മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്രതരുളിയിടുന്ന തമ്പുരാനെ. മാമര വീടിന്റെ മാണിക്യ ദീപമേ മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ ശർമ്മദ നിന്തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും. മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയും അന്തവും ഇല്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി. മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻകഴൽ ഞാനിതാ കൂപ്പുന്നു ദീനബന്ധു. പാപങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻകനീവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തെ തന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസ്സാൽ. അന്തമാം വിശ്വാസം എങ്ങുന്നു നീങ്ങട്ടെ കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. ഓക്കെ, ഗുഡ്. ആതിര നല്ല പോലെ ആ പാഠം വായിച്ചിട്ടുണ്ട്. ആതിരക്ക് സൂപ്പറായി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ എല്ലാവരും? സൂപ്പറായി ആതിര ചൊല്ലിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? വായിച്ചോണ്ടിരുന്നാലേ നമ്മൾക്ക് ഏത് ഭാഷയായാലും വായിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ആതിരക്ക് ഞാൻ ഒരു എന്താ ചെയ്യേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആതിര നല്ല സൂപ്പറായി വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇനി ആർക്ക് വായിക്കാൻ പറ്റും? നിജാദ് നോക്കിയേ, ഒന്ന് ശ്രമിച്ചു നോക്കിയേ. നിജാദ്, പ്ലീസ് അൺമ്യൂട്ട് നിജാദ്. കാണായ യോഗങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തലോളിടുന്ന തമ്പുരാനെ. മാമറ വീടിന്റെ മാണിക്യ ദീപമേ മാനസക്കൂരിരുൾ മായ്ക്കുക നീ. ധർമ്മവും സത്യവും കാരുണ്യവുമല്ല ശർമ്മദ നിൻ തിരു വിഗ്രഹങ്ങൾ. നിർമ്മലമാകുമാ ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാക വേണമെന്നും. തെറ്റാതെ എൻ മുറ നോക്കാനും തിന്മയെ പറ്റാതെ മാനസം നൽകുവാനും. മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിടേണം. ആദിയും അന്തവും ആകാശം പോലവേ ചേർന്നിണങ്ങി. ആകാശം പോലവേ ചേർന്നിടങ്ങി. മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ. അപ്പൊ ഇന്നലെ കണ്ടോ? ഇന്നലെ വായിച്ചത് നിജാദിന് നല്ല പോലെ അറിയാം. ഇന്ന് പഠിപ്പിച്ചതാണ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ അത് നല്ല പോലെ വായിക്കാൻ പറ്റും. ലാസ്റ്റ് കൂടാ. നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. ചിലപ്പം ക്ലാസ് കട്ടാവും. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തോ നിജാദ്. മംഗളം മംഗളം മംഗളാത്മൻ. ജ്ഞാനികളുണ്ടെന്നു ചൊല്ലുന്ന നിൻകഴൽ ഞാനിതാ ദീനബന്ധോ. പാപങ്ങൾ പാർക്കുന്ന പാഴ്മരുഭൂമിയിൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ. ആ വഴി സ്വാതന്ത്ര്യത്തെ വീശട്ടെ ദൈവമേ നിൻ തിരുമനസ്സാൽ. അന്തമാം വിശ്വാസം നീങ്ങട്ടെ കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. അപ്പൊ നാളെ ഞാൻ എല്ലാവരെയും കൊണ്ടും വായിപ്പിക്കും. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായി ഇത് 2-3 തവണ വായിച്ചിട്ട് വരണം. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഞാൻ ഗ്രൂപ്പിൽ അതിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല പോലെ ഈ പോയം വായിച്ചിട്ട്, ഇപ്പൊ ഒരുപാട് പഠിക്കാനൊന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ എല്ലാവരും അത് വായിച്ച് പിന്നെ നല്ല പോലെ വായിച്ചു വരണം. നല്ല പോലെ അത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇത് എല്ലാരെ കൊണ്ടും വായിപ്പിക്കും. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം തീരാറായി.
അപ്പൊ എല്ലാരും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക കേട്ടോ. ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല കുട്ടികളാവും കേട്ടോ. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ ബൈ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇപ്പോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. കൈബുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉണ്ടോ? അഫ്രാസിനുണ്ടോ? അഫ്രാസേ, നിജാദിനുണ്ടോ? നിജാദേ? ഓക്കെ. ജോയൽ, ശ്രീവിഷ്ണുവിനുണ്ടോ? ഓക്കെ, ബൈ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നല്ലപോലെ വായിച്ച് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ.